ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങിയിട്ടില്ലേ? ഇതുവരെ തുടങ്ങിയിട്ടില്ലേ സ്കിൻ കെയർ റൂട്ടീനെ? ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ആ മിററിൻ്റെ മുന്നിൽ പോയി നിന്നോ 5-10 വയസ്സ് കൂടിയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. കാരണം ഏജ് സൈനിങ്, ഫ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പായിട്ട് കൂടെ കൊണ്ട് നടക്കേണ്ടി വരും കേട്ടോ ജീവിതകാലം മൊത്തം. അപ്പോൾ സ്കിൻ കെയർ ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ, ഇനിയിപ്പോൾ സ്കിൻ കെയർ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ്. അപ്പോൾ റെറ്റിനോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. അതിൽ ലോഷൻ, ക്രീംസ്, സിറംസ് അങ്ങനെ പലതരം ഉണ്ട്. അതും കെമിക്കൽ ഉള്ളതുകൊണ്ട് കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് പല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യണം അങ്ങനെ കുറേ സംശയങ്ങളല്ലേ. അപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. അതാ മാമ എർത്തിൻ്റെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇത് കെമിക്കൽ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് മാമ എർത്ത് ബ്രാൻഡ്. ഇനി ഇതിൽ മെയിനായിട്ട് എഴുതിക്കുന്നത് റെറ്റിനോൾ നൈറ്റ് ക്രീം. ഇത് ഇവർ മെയിനായിട്ട് ക്ലെയിം ചെയ്യുന്നത് ഫൈൻ ലൈൻസ് ആൻഡ് വ്രിങ്കിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ റെറ്റിനോൾ എന്ന് പറയണത് ഈ ഒരു കണ്ടൻറ്റ് വെച്ചിട്ടുള്ള എന്ത് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താലും നമ്മൾ 40 വയസ്സായാലും 50 വയസ്സായാലും 18-കാരിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നമ്മുടെ സ്കിൻ. അപ്പം നല്ല യൂത്ത്ഫുള്ളായിട്ട് നമ്മുടെ സ്കിൻ വേണമെന്ന് വെച്ചാൽ റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ക്രീംസ് അല്ലെങ്കിൽ സിറംസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് എപ്പോൾ ഉപയോഗിക്കണം, എന്തിനും ഉപയോഗിക്കണം? ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും യൂത്ത്ഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് 40 വയസ്സ് ആയി കഴിയുമ്പോഴേക്കും തുടങ്ങും നമുക്ക് ഇവിടെയൊക്കെ ഫൈൻ ലൈൻസ് വരാനായിട്ട്. അതുപോലെ ഫോർ ഹെഡ്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഫൈൻ ലൈൻസ്, വ്രിങ്കിൾസ്, പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ 40 വയസ്സ് 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പിന്നെ പറയേ വേണ്ട, സ്കിന്നൊക്കെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് തൂങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കട്ടി അത് കുറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈ ഒരു തൂങ്ങൽ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ സമയത്ത് നമ്മളിത് യൂസ് ചെയ്താൽ മതിയോ? നമുക്ക് അസുഖം വരുമ്പോഴാണല്ലോ നമ്മൾ സാധാരണ ഡോക്ടറുടെ അടുത്തേക്ക് പോവാറ്. പക്ഷെ അസുഖം വരാണ്ടിരിക്കാനായിട്ടും ആദ്യമേ നമ്മളൊരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് ചില സമയത്തൊക്കെ ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വരും. അതേപോലെ തന്നെയാണ് നമുക്ക് 40 വയസ്സ് 50 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു വ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ് വരും. അല്ലെങ്കിൽ ഈ സ്കിൻ നമുക്ക് തൂങ്ങും, നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കുറയും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ എപ്പോൾ ഉപയോഗിക്കണം? 50 വയസ്സാകുമ്പോൾ ഉപയോഗിച്ചാൽ മതിയോ? ഈ ഒരു 50 വയസ്സിൽ ക്രീം ഇട്ടിരുന്നാൽ മതിയോ? പോരാ. അപ്പോൾ അതിനൊരു തടയായിട്ട് നിൽക്കണമെങ്കിൽ നമുക്കൊരു 20 വയസ്സ് തൊട്ട് 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ അപ്പം തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇനിയിപ്പോൾ എൻ്റെ പ്രായം എന്ന് പറയുന്നത് 40+ ആണ്. എൻ്റെ ചെറുപ്പകാലത്തൊന്നും നമ്മളിതൊന്നും അറിയില്ലായിരുന്നു, നമ്മളിത് യൂസ് ചെയ്തിട്ടുമില്ല. അയ്യോ, ഇനി ആ സമയത്ത് യൂസ് ചെയ്തിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ യൂസ് ചെയ്താൽ ശരിയാവോ? എന്താ ശരിയാവാണ്ടിരിക്കാനായിട്ട്? കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ആ ഒരു സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ 40 വയസ്സ് 50 വയസ്സ് തോന്നിക്കണത് ഒരു 10-15 വയസ്സ് കുറവ് നമ്മുടെ സ്കിന്നിന് ഫീൽ ചെയ്യുള്ളൂ. ആ ഒരു ഏജ് സൈനിങ് ഒക്കെ ചില സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഫേസൊക്കെ കണ്ടിട്ടില്ല, നല്ല യൂത്ത്ഫുൾ ആയിട്ടൊക്കെ നിൽക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഓരോരോ ട്രീറ്റ്മെൻറ്റ് പുറത്ത് പോയിട്ട് ചെയ്യുന്നത്, അത് അത്രയും പൈസ കൊടുത്ത് നമുക്ക് മുടക്കിയിട്ട് നമുക്ക് ഓരോരോ സ്ഥലത്ത് പോയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ഇതുപോലത്തെ ക്രീംസൊക്കെ അല്ലെങ്കിൽ സിറംസൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ 40 വയസ്സ് 50 വയസ്സായാലും ഇനി യൂസ് ചെയ്യണോണ്ട് വിഷമിക്കൊന്നും വേണ്ട. അപ്പോഴും നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ 40-50 ഏജുകാർക്കൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഏജ് എന്നൊക്കെ പറയുമ്പോൾ 40+, അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫൈൻ ലൈൻസ്, വ്രിങ്കിൾസ്. അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും നമ്മൾ ഈ ഒരു ക്രീംസൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ. പക്ഷേ 20-ആം വയസ്സിൽ തന്നെ നമ്മൾ ആ ഒരു സംഭവം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയസ്സാം കാലത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ട് വരില്ല. നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി അത് അബ്സോർബായി എഫക്റ്റ് ആയി നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി അത് യൂസ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടില്ല. അപ്പോൾ ഇനി ഈ റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ്,
അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനത്തെ കുറേ പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി അതൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്കിൻ ടൈറ്റനിങ് ആക്കാനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ചിലർ പറഞ്ഞാൽ അത് അയ്യോ പണ്ടൊക്കെ ആ കുട്ടി എന്തൊരു നിറം ഉണ്ടായിരുന്നത്, ഇപ്പം എന്താ ഇരുന്നറായില്ലോ, കുട്ടിയുടെ നിറമൊക്കെ പോയില്ലോ. കുട്ടിയുടെ നിറം പോയിട്ടല്ല അത് ടാൻ അടിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നാൽ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടും ടാൻ അടിക്കുന്നുണ്ട്. അങ്ങനെ ടാൻ അടിച്ചിട്ട് അത് ഇരുന്നറായിട്ടുള്ളതാണ്. നമ്മുടെ ഒറിജിനൽ കളറ് വരെ നമുക്ക് ഈ റെറ്റിനോൾ ക്രീംസ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാൻ അടിച്ചിട്ടുള്ള സ്കിന്നായാലും അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ്, പിമ്പിൾസിൻ്റെ പിഗ്മെൻറ്റേഷൻ, അങ്ങനത്തെ ഒരുവിധം മിക്ക കാര്യത്തിനും ഈ ഒരു റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ക്രീംസ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടും. ഇനിയിപ്പോൾ വെളുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ് കിട്ടും. അയ്യോ ഞാൻ ഇത്തിരി നിറം കുറഞ്ഞ കുട്ടിയാണ്, നമുക്ക് ആ നിറം കൂട്ടാനായിട്ട് ഉള്ള നിറം കിട്ടുള്ളൂ. നമുക്ക് ഉള്ള നിറത്തിനെ വെച്ചിട്ട് കുറച്ചുകൂടി നല്ല ഭംഗി, നല്ല കൂടുതൽ ഫെയർ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളതല്ല. ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഇതൊരു റിപ്പയർ ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിന് റിപ്പയർ, നമ്മുടെ സ്കിന്നിൽ ഉള്ള ഡാമേജസ്, അതുപോലെ സെൽസ്, ഡെഡ് സെൽസ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് പുതിയ സെൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ കൊളാജനൊക്കെ ബൂസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിറം വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. എന്നാൽ പോലും നമ്മുടെ ഏതൊരു നിറവും ആയിക്കോട്ടെ, നമ്മുടെ സ്കിന്നെന്നൊക്കെ പറയുമ്പോൾ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നായിട്ട് ഇരിക്കണം എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം. ഭംഗിയിൽ നമ്മുടെ സ്കിന്നെന്നൊക്കെ പറയുമ്പോൾ ഒരു ഫൈൻ ലൈൻസ് ഇല്ലാണ്ടിരിക്കുക, ഒരു കുത്തും കോമയും ഒന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിലിരിക്കുക, അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ക്രീം. ഇനിയിപ്പോൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? 20 വയസ്സ് തൊട്ട് 30 വയസ്സിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു 40 വയസ്സായി 50 വയസ്സായി, ഇനിയിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും, അവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊന്നും നോക്കാം കേട്ടോ. ഇതാണ് ഒരു പമ്പിങ് ബോട്ടിൽ. ഈ പുറത്ത് എഴുതിക്ക് വെച്ചിരിക്കുന്നത് അതേപോലത്തെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലും എഴുതി വെച്ച്, ഈ ഒരു പമ്പിങ് ബോട്ടിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി ഇത് നമുക്കൊന്ന് യൂസ് ചെയ്യാൻ നോക്കാം. ഇത് ഒരു പമ്പിങ് ബോട്ടിലാണ്. നമുക്കൊരു ലൈറ്റ് ക്രീം കളറിൽ ഒരു ക്രീം ഫോമായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഓവറോൾ ഡോട്ടായിട്ട് നമുക്ക് നമ്മുടെ ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് നൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ജെൻറ്റലായിട്ടൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓവറോൾ നന്നായിട്ട് മസാജ് ചെയ്താൽ അതൊരു അബ്സോർവ് ആയി കഴിയുന്നവരെ ഒരു അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലെന്നൊന്നും പറയാനോ ഒന്നുമില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര പെട്ടെന്ന് അബ്സോർവ് ആയി പോകുന്നുണ്ട്, നല്ലൊരു ഗ്ലോയി ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്കിതൊരു അപ്ലൈ ചെയ്ത് വരുമ്പോൾ കേട്ടോ നല്ല ക്ലീൻ ആൻഡ് അങ്ങനെ ഒരു തരത്തിലും നമുക്കങ്ങനെ ഫേസിൽ എന്തോ അപ്ലൈ ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നേ ഇല്ല കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമുക്ക് ശരിക്കും ഫേസ് വാഷ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇന്ന് രാത്രി തേച്ചിട്ട് നാളെ കാലത്ത് റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. നമുക്കിത് റിസൾട്ട് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് 1 ആഴ്ച 2 ആഴ്ചയെങ്കിലും നമുക്കിത് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതിപ്പോൾ ഇത് മാത്രമല്ല, ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിലും ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും നിർത്തരുത്. അതൊരു 1 ആഴ്ച 2 ആഴ്ച അതിൻ്റേതായിട്ടുള്ളൊരു സമയം കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് എന്നും യൂസ് ചെയ്യണോ? ഒരിക്കലും എന്നും യൂസ് ചെയ്യരുത്. സ്റ്റാർട്ടിങ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ, സ്റ്റാർട്ടപ്പ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ അവർക്ക് വീക്കിലി 2 എന്ന് വെച്ചാൽ ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. അതും ഫസ്റ്റ് ഡേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷനോ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതൊന്ന് ഫീൽ ചെയ്തതിന് ശേഷം മാത്രം അത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ആദ്യം 2 ദിവസം യൂസ് ചെയ്യുക, പിന്നെ പിറ്റത്തെ ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ അത് 3 ദിവസം ആക്കുക. പിന്നെ അത് ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്കത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ സ്കിന്ന് അത് റെറ്റിനോളിൻ്റെ ഈ ഒരു ക്രീം യൂസ്ഡ് ആയി തുടങ്ങുകയാണെങ്കിൽ നമ്മളും ഇതും തമ്മിൽ
തമ്മിലുള്ള ഒരു ബന്ധമില്ലേ, ആ ബന്ധം ഇങ്ങനെ ഉറപ്പായ കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. ഇനി ഇത് പകൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. റെറ്റിനോൾ എപ്പോഴും രാത്രി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതും നമ്മൾ ബെഡിൽ കയറുന്ന സമയത്ത് അപ്പം തന്നെ തേച്ചിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങരുത്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊന്ന് അബ്സോർവ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കൂ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാവുന്നതാണ്. അത് നമുക്കിപ്പോൾ ഈ നൈറ്റ് ക്രീം യൂസ് ചെയ്യുമ്പോൾ അതിന് കൂടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് ഒറ്റയ്ക്ക് തന്നെ യൂസ് ചെയ്യണം. ഇത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ അത് യൂസ് ചെയ്ത് ഇത് യൂസ് ചെയ്ത് അങ്ങനെയൊന്നും വേണ്ട. രാത്രി കിടക്കുമ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. എന്നാലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിപ്പോൾ 40+ ആണ്. എനിക്ക് ഇപ്പോൾ വലിയ കാര്യത്തിൽ അങ്ങനെ കുത്തും കോമ അങ്ങനെ പിഗ്മെൻറ്റേഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട് കുറേ നാളായിട്ട്. പിന്നെ ഈ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് കറുത്ത കളറും കറുത്ത പാടങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ കറുത്ത കളറും കറുത്ത പാട് ഇത് ഉപയോഗിച്ചിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ പോലും ഇത് എപ്പോഴും അവിടെ ജീവിതകാലം മൊത്തം ഉണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ട്രാവലിങ്, അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ പാടുകൾ, പിന്നെ രാത്രി ഉറക്കം ശരിയാവാണ്ടിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ബാക്കി നമുക്ക് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എന്നിട്ട് കുത്തും കൊമ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ റെറ്റിനോൾ നമുക്ക് ഏത് ഏജുകാർക്കും ഉപയോഗിക്കാം. 20 കഴിഞ്ഞിട്ടുള്ളവർക്ക് ഏത് ഏജുകാർ. ഇനിയിപ്പോൾ ഇത് എവിടെയൊക്കെ കിട്ടും, എത്ര രൂപയാണ്, അയ്യോ ഇതൊക്കെ മേടിക്കുമ്പോൾ കുറേ എക്സ്പെൻസീവ് ആവോ അങ്ങനെയൊക്കെ ഇല്ലേ. ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ് എന്ന് പറയണത് 699 ആണ്. 50 ഗ്രാമിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ 50 ഗ്രാമുള്ളൂ, അതിന് 699 ഇത്രയ്ക്ക് റേറ്റ് കൊടുത്ത് മേടിക്കണോ? അയ്യോ, അങ്ങനെ ഒരു ടെൻഷനില്ലേ, വേണ്ട. കാരണം എന്താ, സ്ക്രീനിൽ ഞാൻ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരു 20% കൂടി കുറഞ്ഞ് കിട്ടും കേട്ടോ നമുക്ക് എക്സാക്റ്റ് റേറ്റിൽ നിന്നും. ഇനിയിപ്പോൾ നമുക്കിത് എവിടെയൊക്കെ മേടിക്കാൻ പറ്റും, എവിടെയാണ് ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യേണ്ടത്, അതും ഒരു സംശയമായിട്ട് നിൽക്കല്ലേ. അപ്പോൾ ഈ കൂപ്പൺ കോഡ് എന്ന് പറയുമ്പോൾ ഇവരെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആപ്പ് ഉണ്ട്, മാമ എർത്തിൻ്റെ തന്നെ. അവിടെ മാത്രമാണ് ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് സാധാരണ എന്ന് പറയുമ്പോൾ നമുക്ക് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, പർപ്പിൾ, നൈക്ക അങ്ങനെ പല സൈറ്റിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ സൈറ്റിൽ ഇതിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ, നൈക്ക ഈ സൈറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആയാൽ പോലും സെയിം നമുക്ക് ഈ ഒരു റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് മാമർത്തിൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ ആപ്പിൽ കയറിയാൽ മാത്രമാണ് ഈ ഒരു കൂപ്പൺ കോഡ് വെച്ചിട്ട് 20% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇത് കൂടാണ്ട് ഇപ്പം നമുക്ക് ഓൺലൈനിൽ മേടിച്ച് ശീലമില്ലാത്തവരാണെങ്കിൽ അവർക്കും ഒരു സംശയമായി, ഇതിപ്പോൾ ഓൺലൈനിൽ മേടിച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കയ്യിലേക്ക് എത്തുമോ, ഇനിയിപ്പോൾ പൈസ ആദ്യം കൊടുത്തിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കേട്ടോ. എന്നാലും നമുക്കൊരു സംശയമാണ്, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്തില്ലേ, കറക്റ്റ് അഡ്രസ്സിലേക്ക് വരുമോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷെ അടുത്തുള്ള സ്റ്റോറിൽ മേടിക്കായാൽ പോലും സെയിം ഈ ഒരു 699 എന്നുള്ള റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ട് എവിടെയാണ് കിട്ടുക, നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ ആപ്പിൽ പോയാലാണ് കിട്ടുക. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. മാമ എർത്ത് ബ്രാൻഡിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അത് അടിപൊളി ഒരു ബ്രാൻഡാണ് കേട്ടോ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡും കൂടിയാണ്. പിന്നെ ഇവർ തന്നെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, DIY ചെയ്യുന്ന ഒരു ഇതും കൂടി എഴുതിയിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് ഞാൻ ഇങ്ങനെ പിടിക്കാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വായിക്കണമെങ്കിൽ വായിച്ചോ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ മാർക്കറ്റിൽ റെറ്റിനോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സിറംസ്, അതുപോലെ തന്നെ ലോഷൻ, ക്രീം, ഇവർക്ക് തന്നെ ഫേസ് വാഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിറം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അത് രണ്ടിനും പോയിട്ടില്ല. ഇത് ക്രീം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് രാത്രിയായാലും നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാം. ഫേസ് വാഷ് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ മുഖം കഴിയുക, ഇതാ രാത്രി അങ്ങനെ തന്നെ ഒരു മടി. ഇതാവുമ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞല്ലോ. എന്തായാലും ഇത് വർക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് സീരിയസ്ലി ഭയങ്കര വ്യത്യാസങ്ങൾ നമുക്ക് കാണിക്കും. പക്ഷേ അത് 1-2 തവണ യൂസ് ചെയ്തിട്ട് മടി പിടിച്ചിട്ട് വീട്ടിലിരിക്കരുത്. 1-2 യൂസ് ചെയ്തിട്ട് അതിനൊരു സമയം കൊടുക്കൂ, എന്നാലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും. അപ്പോൾ
ഇതാണ് നമ്മുടെ മാമാർത്ത് ബ്രാൻഡിൻ്റെ റെട്ടനോൾ നൈറ്റ് ക്രീം. അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഡെഫിനറ്റ്ലി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, മാമാർത്തിൻ്റെ ആപ്പിൻ്റെയും അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ. ഇനി അവിടുന്ന് വേണമെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് പോവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗൂഗിളിൽ നമ്മൾ വെബ്സൈറ്റ് എടുക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും എവിടേക്ക് കറങ്ങി തിരിഞ്ഞ് പോയാലും മാമാർത്തിൻ്റെ ആപ്പിലേക്ക് തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇതുപോലത്തെ ഇനി നല്ല നല്ല പ്രോഡക്റ്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.